ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ നീണ്ട മുടിയെക്കുറിച്ചും അതിൻ്റെ പിന്നിലുള്ള രഹസ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത വീഡിയോ എണ്ണ കാച്ചുന്നതിനെ പറ്റിയും മുടിയുടെ സംരക്ഷണത്തെ പറ്റിയൊക്കെ പറയാമെന്ന്. അപ്പോൾ ഒന്നും കൂടുതലൊന്നും വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂ ഇട്ടുക എണ്ണ എങ്ങനെയാണ് കാച്ചുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് നല്ല ചെമ്പരത്തിപ്പൂ പറിക്കാൻ പോയതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് പൂക്കളൊക്കെ പറിച്ചെടുക്കാം. ഇത് ഈ 5 അതലുള്ള പൂ തന്നെ വേണേ, നാടൻ ചെമ്പരത്തി. മറ്റ് പൂട്ട് എണ്ണ കാച്ചുന്ന എനിക്ക് അറിയത്തില്ല, കാച്ചുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഒരു ഏകദേശം നമ്മുടെ 2 കൈപ്പിടിയിൽ നമ്മുടെ 2 കൈയും കൂടെ കൂട്ടിപ്പിടിച്ചാൽ 4 കൈക്കുമ്പിൾ ഒതുങ്ങാൻ മാത്രമുള്ള പൂ വേണം. ഏകദേശം ഒരു 20 പൂവോളം കിട്ടിയാൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ കാച്ചാനെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു 1/2 ലിറ്റർ വെളിച്ചെണ്ണയിലാണ്. എനിക്ക് കുറച്ച് കാച്ചി തിരിപ്പുണ്ട്. അപ്പോൾ നിങ്ങളെ കാണിച്ച് തരാൻ വേണ്ടിയിട്ട്, വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ കാച്ചുന്നതാണ് എണ്ണ. അപ്പം നമുക്ക് ഏറ്റവും നല്ലത് ഈ കടയിൽ നിന്ന് മേടിക്കുന്നതിൽ കഴിഞ്ഞ് ഏറ്റവും നല്ല നമ്മൾ ആട്ടിയെടുക്കുന്ന എണ്ണയുണ്ടല്ലോ, അത് പരമാവധി അത് കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇപ്പോൾ എല്ലാവർക്കും ഒന്നും അതിനുള്ള സൗകര്യം ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, ഒരു 1/2 ലിറ്റർ വെളിച്ചെണ്ണ നമുക്കെടുക്കാം. ഈ കാച്ചെണ്ണകളിൽ ഏറ്റവും നല്ല എണ്ണയാണ് ചെമ്പരത്തിപ്പിട്ട് കാച്ചിയ എണ്ണ. കാരണം എന്നാന്ന് വെച്ചാൽ ഇതിൽ വേറെ മരുന്നുകളൊന്നും ചേർക്കുന്നില്ല. വേറെ ഒരു പച്ചമരുന്നും കറ്റാറ് വാഴയോ കറിവേപ്പിലയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. ഇത് ചെമ്പരത്തിപ്പൂ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഈ എണ്ണ തേക്കുമ്പോൾ ഇത് മാത്രമേ തേക്കാവുള്ളൂ. വേറെ എണ്ണകളൊന്നും അതിൻ്റെ ഇടയ്ക്ക് പരീക്ഷിക്കാൻ നിൽക്കരുത്. എന്നാന്ന് വെച്ചാൽ പലരും പറയുന്നത് കേട്ട് പല എണ്ണകൾ മാറി ഉപയോഗിക്കരുത് എന്നാട്ടോ ഉദ്ദേശിച്ചത്. ഞാനിവിടെ എണ്ണ കാച്ചാനൊരു ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചീനിച്ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലൊരു 1/2 ലിറ്റർ എണ്ണ ഒഴിക്കണം. കുറഞ്ഞ തീ മതി കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഈ ചെമ്പരത്തിപ്പൂവെല്ലാം അതിലോട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ പറിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന എല്ലാ ചെമ്പരത്തിൻ്റെ ബാക്കിലുള്ള ആ പച്ച അത് അങ്ങ് മാറ്റി ഇട്ടിട്ട് പൂക്കൾ മാത്രം ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ നിറം മാറി വരുന്നത് കാണും, പൂവിൻ്റെ നിറം. അപ്പം എണ്ണ നല്ലപോലെ തിളയ്ക്കുന്നുണ്ടല്ലോ, അതനുസരിച്ച് ഈ പൂവ് അതിൻ്റെ ഉള്ളിൽ കിടന്ന് വേകുന്നുണ്ട്. അപ്പം ഇങ്ങനെ വെന്ത് അതിൻ്റെ ആ കുമ്പളകളൊക്കെ പൊട്ടി ആ പച്ചപ്പൊക്കെ അങ്ങോട്ട് മാറും, ജലാംശമൊക്കെ മാറി ആ പൊട്ടലും ചീറ്റലൊക്കെ അങ്ങ് നിൽക്കുമല്ലോ. അപ്പം മെല്ലെ പൂ ഇങ്ങനെ നമുക്ക് സൈഡിലോട്ട് മാറ്റിയെടുത്ത് നോക്കാം. അപ്പോൾ എണ്ണയുടെ നിറമൊക്കെ മാറിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ചില സമയത്ത് ഒത്തിരി നിറമൊന്നും കാണില്ല, അത് പൂവിൻ്റെ എണ്ണവും പിന്നെ ആ പൂവിൻ്റെ കളറൊക്കെ അനുസരിച്ച് ചിലപ്പോൾ എണ്ണയ്ക്ക് ഇങ്ങനെ നല്ലൊരു ചുവപ്പ് നിറമൊക്കെ വരുവേ. ഇനി നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി എണ്ണ തണുത്തതിന് ശേഷം നല്ലൊരു ബോട്ടിലോട്ട്, ഉണങ്ങിയ ബോട്ടിലോട്ട് നമ്മൾ ഈ കാച്ചി വെച്ചിരിക്കുന്ന എണ്ണ എടുത്തു വെക്കാം. എന്നിട്ട് നമുക്ക് എപ്പോഴൊക്കെയാണോ നമ്മൾ എണ്ണ തേക്കേണ്ട ആ സമയത്ത് ഈ എണ്ണ മാത്രം തേക്കുക. വേറെ പല എണ്ണകളൊന്നും പരീക്ഷിക്കാനായിട്ട് നിൽക്കരുത്. കുറഞ്ഞ 1 വർഷമെങ്കിലും നിങ്ങൾ ഇതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. 1 വർഷം കൊണ്ട് മുടി വളരുമെന്നല്ല പറഞ്ഞത്, അതിനിടയ്ക്ക് പല എണ്ണകൾ പരീക്ഷിക്കാൻ പോകരുത് എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പം എണ്ണ ഒത്തിരി നാളിങ്ങനെ കേടുകൂടാതെയൊക്കെ ഇരുന്നോളും. നമ്മളതിൽ കൈയിട്ടൊന്നും എടുക്കരുത്, നനഞ്ഞ സ്പൂണിട്ടോ അങ്ങനെയൊന്നും. പിന്നെ കയ്യിലെടുത്ത് എണ്ണ തിരിച്ചതിൻ്റെ അകത്തോട്ട് ഒഴിക്കരുത്. അങ്ങനെയൊക്കെ വരുമ്പം എണ്ണ കനച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ കെയർഫുള്ളായിട്ട് എണ്ണ എടുത്ത് വെക്കുക. എന്നിട്ട് ആവശ്യാനുസരണം തലയിൽ തേച്ച് തലയിൽ കുറച്ച് മസാജൊക്കെ ചെയ്ത് അല്പസമയം കഴിഞ്ഞ് സാധാരണ പോലെ മുടി കഴുകുക. പറ്റുമെങ്കിൽ ചെമ്പരത്തിയുടെ താളി തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.